ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. പൊതുവേ ഈ ആഗസ്റ്റ് മാസത്തിൽ അശ്വതി നക്ഷത്രക്കാർക്ക് ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ടെങ്കിലും കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളിലും വളരെയധികം ശ്രദ്ധ വേണം ഈ ഒരു സമയങ്ങളിൽ. എന്നാൽ ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായിട്ടുള്ള ചൊവ്വയുടെ അനുകൂല സ്ഥിതി മൂലം ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്ന സമയമാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. എന്നാൽ ഈ ആരോഗ്യസ്ഥിതി പൊതുവെ തൃപ്തികരമായിട്ട് കാണുന്നുണ്ടെങ്കിലും ചൊവ്വയ്ക്ക് ജന്മരാശാധിപനായിരിക്കുന്നതായ ചൊവ്വയ്ക്ക് അഷ്ടമ ഭാവസ്ഥിതി ഉള്ളതുകൊണ്ടും ഏഴര ശനിയുടേതായിട്ടുള്ള സ്വാധീന ശക്തി അശ്വതി നക്ഷത്രക്കാർക്ക് നിലനിൽക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഈ ഒരു സമയങ്ങളിൽ യാത്രകളിൽ ഡ്രൈവിങ്ങിൽ എല്ലാം വളരെയധികം ശ്രദ്ധ വേണം. അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് ഈ ഒരു സമയങ്ങളിൽ വളരെ നല്ലതാണ്. ഇനി ഏഴാം ഭാവാധിപതിയും കുടുംബനാഥനുമായിരിക്കുന്നതായ ശുക്രനാണെങ്കിൽ നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധങ്ങളിൽ കുടുംബത്തിൽ പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകുവാനായിട്ട്. അഭിപ്രായ ഭിന്നതകളോ തർക്കങ്ങളോ മനോവിഷമതകളോ വരാതെ ശ്രദ്ധിക്കണം ഈ ആഗസ്റ്റ് മാസത്തിൽ. എന്നാലോ ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല സ്ഥിതി മൂലം ധനപരമായിട്ട് ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്കും അതുമൂലം ഉയർച്ചയ്ക്കുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം കാണുന്നുണ്ടെങ്കിലും വ്യയസ്ഥാനമായിട്ടുള്ള 12ാം ഭാവത്തിൽ ശനീശ്വരൻ്റേതായ സാന്നിധ്യം നിലനിൽക്കുന്നതുകൊണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ചിലവ് വർധനവിനും സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ ശ്രദ്ധിക്കണം അശ്വതി നക്ഷത്രക്കാർ ഈ ആഗസ്റ്റ് മാസത്തിൽ. തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും ശ്രദ്ധയോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന പക്ഷം നിരവധിയായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ഒരു സമയങ്ങളിൽ. 4ാം ഭാവമായിട്ടുള്ള സുഖസ്ഥാനത്ത് ഉച്ചബലത്തോടു കൂടി നിൽക്കുന്നതായിട്ടുള്ള ദേവഗുരുവായിട്ടുള്ള സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെ സ്വാധീന ശക്തിയും മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ സൂര്യൻ്റെയും ബുധൻ്റെയും ദൃഷ്ടി കർമ്മസ്ഥാനത്തേക്ക് വരുന്നത് കൊണ്ട് കർമ്മസംബന്ധമായിട്ട് അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുകയും അതുമൂലം സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. ഈ ഗുണാനുഭവങ്ങളെല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം നിവൃത്തിനാഥനായിരിക്കുന്ന ശുക്രനെ നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ടും കർമാധിപതിയായിരിക്കുന്ന ശനീശ്വരനെ ദുരിതഭാവസ്ഥിതി വരുന്നത് കൊണ്ട് തൻ്റെ കൂടെ നിൽക്കുന്ന സഹായികളുമായിട്ടോ അധികാരികളുമായിട്ടോ അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നാൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസത്തിൽ വളരെയധികം നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്ന സമയമാണ്. വിദ്യാമാതലകാരകനായിരിക്കുന്ന ബുധൻ്റെയും ജ്ഞാനകാരകനായിരിക്കുന്ന വ്യാഴത്തിൻ്റെയും 5ാം ഭാവനാഥനായിരിക്കുന്ന സൂര്യൻ്റെയും അനുകൂലസ്ഥിതി മൂലം വിദ്യാർത്ഥികളിലെ പഠന സംബന്ധമായിട്ട് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും പഠനത്തിൽ നല്ല മികവ് പുലർത്തുവാനും സാധിക്കുന്നതായിട്ടൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് അശ്വതി നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് ദേവീക്ഷേത്രത്തിൽ ത്രിപുരസുന്ദരി മന്ത്രം കൊണ്ട് അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ശിവനാണെങ്കിൽ ധാരയും പിൻവിളക്ക് ചെയ്യുന്നതും ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല സമർപ്പിക്കുന്നതും വളരെ വളരെ നല്ലതാണ്.